ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഹോണ്ട യൂണിക്കോൺ 160 2025 വരുമ്പോൾ ഹോണ്ട അവരുടെ യൂണിക്കോണിന് അപ്ഡേറ്റ് കാര്യങ്ങളായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ റീസെൻ്റ്ലി അവരുള്ള മോട്ടോർ സൈക്കിളിൽ നിന്ന് 5 ഫീച്ചേഴ്സാണ് അവർ അപ്ഡേറ്റ് കാര്യങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈം തൊട്ട് യൂണിക്കോണിന് ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. ബട്ട് ഈ ഒരു 2025 വന്നിട്ട് പോലും ആ ഒരു ഡിസൈൻ വൈസ് യാതൊരു ചേഞ്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു 5 ഫീച്ചേഴ്സ്, അത് എത്രത്തോളം നമുക്ക് യൂസ്ഫുള്ളാണ്? ആൻഡ് കറൻ്റ്ലി ഒരു 150cc അല്ലെങ്കിൽ 160cc മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ അതിനോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹോണ്ട ഇതിന് അപ്ഗ്രേഡ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ വലിച്ചിട്ടാണ്ട് ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ഒരു മോഡലിലുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 അപ്ഡേറ്റാണ് മേജറായിട്ട് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഈ ഒരു മോഡലിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളാണ്. LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഡൂം കാര്യങ്ങൾ നമുക്ക് ആ ക്രോം എലമെൻറ്റ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ ഹെഡ് പോർഷനിൽ ഡിസൈൻ ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് സെക്കൻഡ് വൺ, ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ള ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് റെസ്റ്റോറാണ്. നമുക്കറിയാം, നേരത്തെ അനലോഗ് കാര്യങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിക്കൊണ്ടിരുന്നത്. ബട്ട് ഇതിൽ ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ് നൽകിയത്. ഒരു TFT ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മീറ്റർ കൺസോൾ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഹോണ്ടയുടെ SP125 കണ്ടുവന്നിട്ടുള്ള ആ ഒരു സെയിം TFT ഡിസ്പ്ലേ ഈ ഒരു മോഡലിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി വരുന്ന എല്ലാ ബേസ് ഫീച്ചേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളിലൂടെയാണ് ഇത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു മോഡലിൽ USB ചാർജിംഗ് പോർട്ട് കാര്യങ്ങളും അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ഒരു ഡെയിലി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു നമ്മൾ ഡെലിവറി കാര്യങ്ങൾ നോക്കുന്ന ഒരു വ്യക്തി, ഈവൻ ട്രാവൽ കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്ന ഒരാൾക്ക് USB ചാർജിംഗ് പോർട്ട് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡലിൽ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ABS നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 150cc മോട്ടോർ സൈക്കിൾ ആകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും വിത്തൗട്ട് ABS ഇപ്പോൾ മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിൽ സിംഗിൾ ചാനൽ ABS ഒരു അപ്ഗ്രേഡ് കാര്യങ്ങളായിട്ട് ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റ് ആണ്. കാരണം സിംഗിൾ ചാനൽ ABSൻ്റെ ആ ഒരു ആവശ്യകതയേ ഉള്ളൂ. ഡ്യുവൽ ചാനൽ വേണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. സോ അതൊരു നല്ലൊരു അപ്ഗ്രേഡ് കാര്യങ്ങളാണ്. ആൻഡ് ഫ്രണ്ട് ബ്രേക്ക് മാത്രമാണ് നമുക്ക് ഡിസ്ക് ഉള്ളൂ. സോ അതൊന്ന് അപ്ഗ്രേഡ് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് മുതൽ റയറിൽ നമുക്ക് ഡ്രമ്മാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതും കൂടി ഡിസ്ക് ബ്രേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. കുറച്ചുകൂടിയും നമുക്കൊരു അഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളും ഈ ഒരു മോഡലിൽ എക്സ്പെക്റ്റ് ചെയ്യാമായിരുന്നു. സോ അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഈ ഒരു മോഡൽ കിക്ക് സ്റ്റാർട്ട് കാര്യങ്ങൾ ഇപ്പോഴും അവർ നിലനിർത്തിയിട്ടുണ്ട്. ആൻഡ് എൻജിൻ പോർഷനിലൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജറായിട്ടൊരു ചേഞ്ച് കാര്യങ്ങൾ വന്നിട്ടില്ല. 150cc നിന്ന് നേരെ 160cc ഒരു ചേഞ്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് അത് പെർഫോമൻസ് വൈസ് അത്രത്തോളം ഒരു ഡിഫറൻസ് അവർ കൊണ്ടുവന്നിട്ടില്ല. ആൻഡ് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ 162.7cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് നൽകിയിട്ടുള്ളത്. പെർഫോമൻസിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13.2 PHP 14.5 Nm ടോർക്കുമാണ് നൽകിയിട്ടുള്ളത്. ഒരു സ്ലൈറ്റ്ലി ഒരു പെർഫോമൻസ് ചേഞ്ച് മാത്രമാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാര്യങ്ങളാണ്. ബട്ട് ആ ഒരു ചേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഒരു ബിഗ്ഗായിട്ടുള്ള ഒരു പെർഫോമൻസ് അപ്ഗ്രേഡ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. 5 സ്പീഡ് ഗിയർ ബോക്സാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് കാര്യം കുറവാണെങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങൾ ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആൻഡ് പെർഫോമൻസ് മാത്രമല്ല, പക്ക റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, ഹോണ്ടയുടെ എഞ്ചിനാണ്. സോ 0 വൈബ്രേഷൻ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ അത്രയ്ക്ക് റിഫൈൻഡ് ആൻഡ് സ്മൂത്തി ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. അതുപോലെ തന്നെ മൈലേജ് പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ട് 50+ മൈലേജ് കാര്യങ്ങൾ ഈ ഒരു വണ്ടിയുടെ പോർഷനിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഒരു ഡെയിലി കമ്മ്യൂട്ടർ കാര്യങ്ങളായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് ടൂറും കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും മൈലേജ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു മോഡൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസും ആ ഒരു റിഫൈൻമെൻറ്റും ഈവൻ മൈലേജ് കാര്യങ്ങളും ഹോണ്ട ഈ റേഞ്ചിൽ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതർ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ സിമിലറിൽ കണ്ടുവരുന്ന ആ ഒരു സെയിം ടയർ സൈസ് കാര്യങ്ങളാണ്, ചേഞ്ച് ഒന്നും വന്നിട്ടുള്ള 17 ഇഞ്ച് അലോയ് വീൽസ് കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. സസ്പെൻഷൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനും റയറിൽ മോണോഷോക്കുമാണ് നൽകിയിട്ടുള്ളത്. സോ ആ ഒരു പോർഷനിലും സെയിം ടിപ്പിക്കലായിട്ട് കണ്ടുവരുന്ന ആ ഒരു സെയിം സസ്പെൻഷൻസ് കാര്യങ്ങളാണ്. വേറെ അപ്ഗ്രേഡ് കാര്യങ്ങളുമായിട്ടൊന്നും വന്നിട്ടില്ല. സോ ഇത്രയാണ് മേജറായിട്ട് ഈ ഒരു മോഡൽ അപ്ഗ്രേഡ് കാര്യങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഡിസൈൻ വൈസ് യാതൊരുവിധ ചേഞ്ചും അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. ഫ്രണ്ടിൽ LED ഹെഡ്ലൈറ്റും ആൻഡ് ടെയിൽ ലൈറ്റ് കാര്യങ്ങളും LED തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ആ ഒരു LED ഹെഡ്ലൈറ്റ് കൊണ്ടുവന്നപ്പോഴും ആ ഡൂമിൻ്റെ പോർഷനിൽ യാതൊരു ചേഞ്ചും ഇല്ല. ആ ഒരു ടിപ്പിക്കലായിട്ടുള്ള ക്രോം എലമെൻറ്റ്സ് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. കളർ വേരിയൻസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 3 കളർ വേരിയൻസ് കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു ബ്ലാക്ക്, ഗ്രേ ആൻഡ്
റെഡ് കളർ. ഇങ്ങനെ ഒരു 3 കളർ വേരിയൻസുകളിലാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഈ ഒരു മോഡലിൻ്റെ പ്രൈസിംഗ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൻ്റെ ബേസ് മോഡൽ പ്രൈസ് വരുന്നത് 1,19,000 ആണ് എക്സ് ഷോറൂം പ്രൈസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മേജറായിട്ടും ഹോണ്ട ഈ ഒരു മോഡലിൽ വരുത്തിയിട്ടുള്ള ഒരു ചേഞ്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊരു 150 160 cc നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൻ്റെ അപ്ഗ്രേഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയോ? നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ ബൈ.